Hi dear students, welcome to Innovations Technical Institute. ബിടെക് ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് 3 വർഷം കൊണ്ട് ബിടെക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ. പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ബിടെക് ഫസ്റ്റ് ഇയർ പഠിക്കേണ്ട, നിങ്ങൾക്ക് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. ഈ ഒരു സ്കീമിനെയാണ് ബിടെക് ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്കീമിലൂടെ നിങ്ങൾക്ക് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് എക്സാം എഴുതണം. ഈ ഒരു എൻട്രൻസ് എക്സാമിനെയാണ് ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് അഥവാ ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം സ്റ്റേറ്റ് ലെവൽ OMR ബേസ്ഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് എക്സാം ആണ്. അപ്പോൾ ലെറ്റ് എൻട്രൻസ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ മെയിനായിട്ട് 4 ടൈപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളാണുള്ളത്. അതിലൊന്ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജസ്, 2 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജസ്, 3 ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജസ് ആൻഡ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പോൾ ലെറ്റ് എൻട്രൻസ് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളേജുകളിൽ നിങ്ങൾക്ക് ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. ഇപ്പോൾ ലെറ്റ് എക്സാമിന് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് ഡിഗ്രി ചെയ്യാം. ഇനി നിങ്ങൾ ബിടെക്കിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ബ്രാഞ്ചിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. ലെറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ എനി ബ്രാഞ്ച് ഓഫ് ബിടെക് ഡിഗ്രി. ഇപ്പൊ നിങ്ങൾ പോളിടെക്നിക്കിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാവും. ബിടെക്കിന് പോകുമ്പോൾ നിങ്ങൾക്ക് സെയിം ബ്രാഞ്ചിലോട്ട് പോവാം, അല്ലെങ്കിൽ ബ്രാഞ്ച് മാറാനുള്ള ഒരു ഓപ്ഷനും ബിടെക് ലാറ്ററൽ എൻട്രി സ്കീമിലുണ്ട്. ഓക്കെ, ഇനി കേരളത്തിലെ എല്ലാ വർഷവും 2 ലെറ്റ് എൻട്രൻസ് എക്സാമുകളാണ് നടക്കാറുള്ളത്. അതിലൊന്ന് KTU ബിടെക് ലെറ്റ്, 2 ക്യുസാറ്റ് ബിടെക് ലെറ്റ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് KTU ബിടെക് ലെറ്റ് എന്ന് നോക്കാം. കേരളത്തിലെ മെജോറിറ്റി എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ KTU ആണ്, കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ അതിനെ APJ KTU എന്ന് പറയും, APJ അബ്ദുൽ കലാം കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. ഇപ്പൊ KTUവിന്റെ അണ്ടറിലാണ് കേരളത്തിലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകൾ വരുന്നത്. ഇപ്പോൾ കേരളത്തിലെ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഈ കോളേജുകളുടെ എല്ലാം യൂണിവേഴ്സിറ്റി എന്താണ്? KTU ആണ്. പിന്നെ കേരളത്തിലെ 3 എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, അതും KTUവിന്റെ അണ്ടറിലാണ്. പിന്നെ 25ഓളം ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ IHRD, KEIP, KSRTC ഇതിന്റെ കണ്ടറിലുള്ള കോളേജുകളാണ്. അപ്പൊ ഈ കോളേജുകളുടെയും യൂണിവേഴ്സിറ്റി എന്താണ്? KTU ആണ്. പിന്നെ 120ഓളം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളുണ്ട് KTUവിന്റെ അണ്ടറിൽ. അപ്പൊ ഈ കോളേജുകളിലോട്ട് നടത്തുന്ന ലെറ്റ് എക്സാമിനെയാണ് KTU ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. ഇതിന് പുറമെ കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. അവിടെയും ലാറ്ററൽ എൻട്രി സ്കീം ഉണ്ട്. അവർ അഡ്മിഷൻ എടുക്കുന്നതും KTU ബിടെക് ലെറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്. പിന്നെ കേരളത്തിൽ 2 കോളേജുകൾ വരുന്നത് ക്യുസാറ്റിന്റെ അണ്ടറിലാണ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. അവർ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം ആണ് നടത്താറുള്ളത്. അതിനെയാണ് ക്യുസാറ്റ് ബിടെക് ലെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ് കേരളത്തിലെ ഈ 9ഉം 3, അതായത് 12 ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ നോക്കാം. അപ്പോൾ ഇതിൽ ഇതാണ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകൾ. ഇതിൽ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജ്, കേരളത്തിലെ നമ്പർ 1 എഞ്ചിനീയറിംഗ് കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. നമ്മളിതിനെ CET എന്ന് പറയും. ഏറ്റവും നല്ല ക്യാമ്പസ് ആണ് കേരളത്തിൽ, ഏറ്റവും നല്ല റിസൾട്ട്, ഏറ്റവും നല്ല പ്ലേസ്മെന്റ് ഒക്കെ വരുന്ന കോളേജാണ് CET. നമ്പർ 2 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ. നമ്പർ 3 TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം. നമ്പർ 4 MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം. നമ്പർ 5 ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം. അപ്പോൾ ഇതിൽ എപ്പോഴും ഫസ്റ്റ് റാങ്ക് CET തന്നെയാണ്. സെക്കൻഡും തേർഡൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. ചിലപ്പോൾ TKM സെക്കൻഡിൽ വരും, ചില വർഷം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് തേർഡിൽ വരും. പിന്നെ ഇവിടെയൊക്കെ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ ടോപ്പ് 5 to 6 കോളേജുകൾ എന്ന് പറഞ്ഞാൽ നല്ല കോളേജാണ്, നല്ല റിസൾട്ടും നല്ല പ്ലേസ്മെന്റ് ഒക്കെ ഉള്ള കോളേജുകളാണ്. ഇനി നമ്പർ 6 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം. നമ്പർ 7 NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്. നമ്പർ 8 ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ. നമ്പർ 9 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്. നമ്പർ 10 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. നമ്പർ 11 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്. നമ്പർ 12 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. അപ്പോൾ ഇതിൽ TKM, MA കോളേജ്, NSS ഇത് 3ആണ് എയ്ഡഡ്. ബാക്കിയെല്ലാം എന്താണ്? പ്യുവർ ഗവൺമെന്റ് ആണ്. അപ്പോൾ എയ്ഡഡിലും ഗവൺമെന്റിലും ട്യൂഷൻ ഫീസ് സെയിം ആണ്. പിന്നെ അഡ്മിഷന്റെ സമയത്ത് ചില ഫീസുകൾ എക്സ്ട്രാ എയ്ഡഡിൽ വരും, പക്ഷേ ട്യൂഷൻ ഫീസ് ഗവൺമെന്റിലും എയ്ഡഡിലും സെയിം ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ കോഴ്സ് ഫീ നോക്കാം. അപ്പോൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഒരു വർഷത്തേക്കുള്ള ട്യൂഷൻ ഫീസ് വരുന്നത് 9725 ആണ്. ഇനി നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലെറ്റ് എക്സാം ഒക്കെ നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടി, നിങ്ങൾ ടോപ്പ് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ട്യൂഷൻ ഫീസിന് പുറമെ കോഷൻ ഡെപ്പോസിറ്റ്,
PTA ഫണ്ട്, ലൈബ്രറി ഫീസ്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ഫീസുകൾ വരും. പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലാണ് നിൽക്കണമെങ്കിൽ ഹോസ്റ്റൽ ഫീസും കൂടെ ഇതിന് പുറമെ വരും. ഇനി ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളാണെങ്കിൽ അവിടെ നമുക്ക് ഫീസ് വരുന്നത് 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. മെറിറ്റ് സീറ്റിൽ ഒരു വർഷത്തേക്ക് 35,000 ഫീസ് വരിക, ട്യൂഷൻ ഫീസ് വരിക. പിന്നെ മാനേജ്മെന്റ് സീറ്റ് ഉണ്ട്, അവിടെ ഫീസ് വരുന്നത് 65,000 ഒരു വർഷത്തേക്ക്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷന്റെ സമയത്ത് എക്സ്ട്രാ ഫീസുകളും കൂടെ വരും. പിന്നെ ഓരോ വർഷവും ഈ ഒരു ട്യൂഷൻ ഫീസാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ എന്താണ് ക്വാളിഫിക്കേഷൻ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സായവർക്ക് എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ ഡിപ്ലോമ പാസ്സായവർക്ക്. 2 വർഷത്തെ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കൽ എന്തുണ്ട്, ലാറ്ററൽ എൻട്രി ഉണ്ട്. പോളിടെക്നിക്കൽ സെക്കൻഡ് ഇയറിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ പഠിച്ചവർ 2 വർഷം കൊണ്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അവർക്കും അപ്ലൈ ചെയ്യാം. ഇനി ഇപ്പോൾ പോളിടെക്നിക്കൽ ഫൈനൽ ഇയർ പഠിക്കുന്നവർ, ദോസ് ഹു ആർ അപ്പിയറിംഗ് ഫോർ ദി ഫൈനൽ ഇയർ ഓഫ് ഡിപ്ലോമ ആർ ഓൾസോ എലിജിബിൾ ടു അപ്ലൈ. ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഒരു എൻട്രൻസ് എക്സാം പിന്നെ സിപ്പറ്റില് പ്ലാസ്റ്റിക് മൗൾഡ് ടെക്നോളജി ഒക്കെ പഠിക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡിവോക്ക് സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ BSc-കാർക്കും അപ്ലൈ ചെയ്യാം. സിപ്പറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇവിടെ ഡിപ്ലോമ കോഴ്സുകളുണ്ട്, അത് പഠിച്ചവർക്കും ഡിവോക്ക് പഠിച്ചവർക്കും BSc സ്റ്റുഡൻസിനും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ BSc-കാർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ BSc-ക്ക് മാത്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ BSc-കാർക്ക് ഉള്ള അലോട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ആണ്. ഡിപ്ലോമ സ്റ്റുഡൻസ് ഫില്ലായതിനു ശേഷമാണ് BSc-കാർക്ക് സീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BSc-കാർക്ക് സീറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഡിപ്ലോമ സ്റ്റുഡൻസിന് ഫില്ലായതിനു ശേഷം ബാക്കി വരുന്ന സീറ്റിലോട്ടാണ് BSc-കാരെ പരിഗണിക്കുക. ഇനി നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് മിനിമം 45% മാർക്ക് വേണം ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ. 45% എന്ന് പറഞ്ഞാൽ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ 45%. അപ്പോൾ പാസ്സായവർക്കെല്ലാം എന്ത് ചെയ്യാം, ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന് അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല, ദർ ഈസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. ഓക്കെ, ഇനി ഈ ഒരു എൻട്രൻസ് എക്സാമിന്റെ സിലബസിൽ എന്താണ് പഠിക്കേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എക്സാമിന്റെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ BTech ഫസ്റ്റ് ഇയറിൽ സെലക്ടഡ് സബ്ജക്റ്റുകളാണ് പഠിക്കേണ്ടത്, അല്ലാതെ ഡിപ്ലോമയുടെ സിലബസ് അല്ല പഠിക്കേണ്ടത്. നിങ്ങൾ പോകുന്നത് BTech സെക്കൻഡ് ഇയറിലോട്ടാണ്, നിങ്ങൾ BTech ഫസ്റ്റ് ഇയർ പഠിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ BTech ഫസ്റ്റ് ഇയറിൽ സെലക്ടഡ് പേപ്പേഴ്സ് പഠിക്കണം. അതിൽ നിന്നാണ് എൻട്രൻസ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇപ്പോൾ BTech ഫസ്റ്റ് ഇയറിൽ വരുന്ന കോമൺ സബ്ജക്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ് ആണ് KTU ലെറ്റ് എക്സാമിന് ഉണ്ടാവുക. അടുത്ത ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. അടുത്ത ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15 ക്വസ്റ്റ്യൻസ്. അടുത്ത ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 15 ക്വസ്റ്റ്യൻസ്. അടുത്ത ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 15 ക്വസ്റ്റ്യൻസ്. അപ്പോൾ 5 കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളുടെ ബേസിക് പഠിക്കണം: സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ. പിന്നെ വരുന്ന സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. മെക്കാനിക്സ് പറഞ്ഞാൽ ഇത് ഫിസിക്സ് റിലേറ്റഡ് പേപ്പറാണ്. 15 ക്വസ്റ്റ്യൻസ് ആണ് ലെറ്റ് എക്സാമിന് ഉണ്ടാവുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് മാത്സ്, മാത്തമാറ്റിക്സ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക മാത്സിൽ നിന്നാണ്, 20 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ 10 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 120 ക്വസ്റ്റ്യൻസ് ഉള്ള എൻട്രൻസ് എക്സാം ആണ് KTU BTech ലെറ്റ്. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിലും എത്ര മൊഡ്യൂളുകളുണ്ട്, ആ മൊഡ്യൂളുകളുടെ കണ്ടന്റ്, അതായത് ഡീറ്റെയിൽഡ് സിലബസ് LBSന്റെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലും അവൈലബിൾ ആണ്. അപ്പോൾ KTU BTech ലെറ്റ് എന്ന് പറയുമ്പോൾ 8 സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. ഈ 8 സബ്ജക്റ്റിൽ നിന്ന് 120 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എൻട്രൻസ് എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കിയാൽ 1 മാർക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ 50 ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50 മാർക്ക് കിട്ടും. ഇനി നിങ്ങളിവിടെ ഒരു 10 ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടില്ല. അതായത് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ചില എൻട്രൻസ് എക്സാമിന് എന്തുണ്ടാവും, നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ മാർക്കിൽ നിന്ന് മാർക്ക് കുറയും. ഇവിടെ അങ്ങനെയല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 0 മാർക്ക്, നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് കുറവൊന്നും വരില്ല. ദർ ഈസ് നോ നെഗറ്റീവ് മാർക്കിംഗ്. 1 മാർക്ക് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. നമ്മൾ പറഞ്ഞു നോ നെഗറ്റീവ് മാർക്കിംഗ്. ഇവിടെ മാക്സിമം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 ആണ് വരിക. ഇനി ഒരു എൻട്രൻസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് LBSന്റെ വെബ്സൈറ്റിലാണ്. ഇത് ഡയറക്ടറേറ്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആണ് ഇത് നടത്തുന്നത്. ഇതിന്റെ കൺട്രോളും കാര്യങ്ങളും എല്ലാം DTE ആണ്. അവരെ എക്സാം നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് LBSനെയാണ്. അപ്പോൾ LBSന്റെ lbscenter.in എന്നുള്ള വെബ്സൈറ്റിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ഓക്കെ, ഇനി നമുക്ക് ലാറ്ററൽ എൻട്രി സ്കീമിൽ കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിനും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET-ൽ ടോട്ടൽ 12 സീറ്റാണ് ലെറ്റ് സ്റ്റുഡൻസിന് വരിക സെക്കൻഡ് ഇയറിൽ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ഇയറിൽ എത്ര സീറ്റാണോ അതിന്റെ 10% ലെറ്റ് സ്റ്റുഡൻസിന് ഇൻക്രീസ് ചെയ്യും സെക്കൻഡ് ഇയർ ആകുമ്പോൾ. ഇപ്പോൾ CET-ൽ സിവിലിന് 2 ബാച്ച് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ 60 സീറ്റുള്ള 2 ബാച്ച് ഉണ്ട്. ഫസ്റ്റ് ഇയറിൽ 60 സീറ്റാണ് വരിക. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലേ.
അങ്ങനെ ഒരു ബാച്ചിൽ 66, അടുത്ത ബാച്ചിൽ 66. അപ്പോൾ ഈ 6+6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 സീറ്റ്. ഇതാർക്കാണ്? ഡിപ്ലോമ സ്റ്റുഡൻസിനുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റുകളും ഡിപ്ലോമ സ്റ്റുഡൻസിനുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ ഈ 60 സീറ്റ് ഫില്ലായാലും ഒരു 58 സീറ്റാണ് ഫില്ലായത്. അപ്പോൾ 2 സീറ്റ് അവിടെ വേക്കൻ്റ് ആണ്, അതും ലെറ്റ് സ്റ്റുഡൻസിന് കിട്ടും. അതായത് ഇതിന്റെ കൂടെ ആഡ് ആവും. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലൊന്നും ഫസ്റ്റ് ഇയർ വേക്കൻ്റ് ആയി കിടക്കാറില്ല. ഫസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ഫില്ലാവും. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് കോളേജുകളിൽ ഏത് സീറ്റ് പ്രതീക്ഷിച്ചാൽ മതി? ഈ സീറ്റുകൾ, അതായത് നിങ്ങൾക്ക് റിസർവ് ചെയ്ത സീറ്റ്, ഫസ്റ്റ് ഇയറിൽ എത്ര സീറ്റാണോ അതിന്റെ 10%. ഇനി TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അവിടെ സിവിലിന് 10 സീറ്റാണ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ 12 സീറ്റ്. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 10 സീറ്റ്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 10 സീറ്റ്. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം 6 സീറ്റ്. അപ്പോൾ ഈ 6 സീറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒറ്റ ബാച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂർ 6 സീറ്റ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട് 6 സീറ്റ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് സിവിലിന് 6 സീറ്റ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം 6 സീറ്റ്. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി വയനാട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി, ഇവിടെ സിവിലിന് സീറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലാങ്ക് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ടോട്ടല് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ സിവിലിന് അവൈലബിൾ ആയിട്ടുള്ളത് 84 സീറ്റാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ബാക്കി ബ്രാഞ്ചുകളുടെ സീറ്റ് ഡീറ്റെയിൽസ് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജുകളിൽ എത്ര സീറ്റുകളാണുള്ളത് എന്നുള്ളത് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ടോട്ടൽ 101 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ കോളേജിലും എത്ര സീറ്റാണെന്ന് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന് ടോട്ടൽ 90 സീറ്റ്. അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ടോട്ടൽ 105 സീറ്റ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CS 79 സീറ്റ്. സീറ്റ് കുറവാണ് CS-ന്. ഇനി അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇത് 2 കോളേജിലാണുള്ളത്. ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം CET-ലും, അതേപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്, ടോട്ടൽ 12 സീറ്റ്. ഇനി അടുത്ത ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, ഇത് വരുന്ന NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് 5 സീറ്റ്. ഇനി അടുത്ത പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണുള്ളത് 6 സീറ്റ്. നെക്സ്റ്റ് ഇൻഫർമേഷൻ ടെക്നോളജി IT 3 കോളേജിലാണ് വരുന്നത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ശ്രീകൃഷ്ണപുരം പാലക്കാട്, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാട്ടൺ ഹിൽ ട്രിവാൻഡ്രം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. അങ്ങനെ ടോട്ടൽ 18 സീറ്റാണ് ITക്ക് വരുന്നത്. കെമിക്കൽ എഞ്ചിനീയറിംഗ് 3 കോളേജിലാണ്. TKM തൃശ്ശൂർ കോഴിക്കോട്, ടോട്ടൽ 23 സീറ്റ്. അടുത്ത ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് CET-ൽ മാത്രമാണുള്ളത് 6 സീറ്റ്. അടുത്ത റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 6, ഇത് വരുന്ന 2 കോളേജിലാണ്. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കോട്ടയം, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കി. അങ്ങനെ ടോട്ടൽ 6 സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇയറിൽ 30 സീറ്റേ ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇടുക്കിയിൽ ഈ വർഷമേ വന്നിട്ടുള്ളൂ ഈ കോഴ്സ്. അപ്പോൾ ഇത് ലെറ്റ് 2027 എഴുതുന്ന സ്റ്റുഡൻസിനാണ് കിട്ടുക. അപ്പോൾ ഈ വർഷം ലെറ്റ് 2026 സ്റ്റുഡൻസിന് ഉണ്ടാവില്ല, കാരണം ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ അടുത്ത വർഷം സെക്കൻഡ് ഇയർ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ഇനി അടുത്തത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് MA കോളേജിലാണുള്ളത് 5 സീറ്റ്. നെക്സ്റ്റ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 2 കോളേജിൽ CET-ലും TKM-ലും 11 സീറ്റ് ടോട്ടൽ. അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ, ഇത് വരുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് 6 സീറ്റ്. ഇനി അടുത്ത കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡാറ്റാ സയൻസ്, ഇത് വരുന്നത് MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം 10 സീറ്റ്. ഇനി അടുത്തത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം 5 സീറ്റ്. ഇനി സൈബർ ഫിസിക്കൽ സിസ്റ്റം, ഇത് തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിൽ വരുന്ന ഒരു കോഴ്സാണ്, 6 സീറ്റാണ്. ഇനി സിവിൽ ആൻഡ് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ടോട്ടൽ 3 സീറ്റ്. ഇത് വരുന്നത് എവിടെയാണ്? ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയനാട്. അപ്പോൾ ഇത്രയാണ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലാറ്ററൽ എൻട്രി സ്കീമിൽ അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ്. ഇതേപോലെ കോസ്റ്റ് ഷെയറിംഗിലും പ്രൈവറ്റിലൊക്കെ സീറ്റുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ സീറ്റുകളിൽ റിസർവേഷനും ഉണ്ട്. ഇപ്പോൾ കീമിലൊക്കെ ഉള്ളതുപോലെ തന്നെ ടോട്ടൽ സീറ്റിന്റെ 50% സ്റ്റേറ്റ് മെറിറ്റും 50% റിസർവേഷനുമാണ്. ഇപ്പോൾ ടോട്ടൽ സീറ്റ് എടുത്താൽ അതിൽ റിസർവേഷൻ വരുന്നത് 50% സ്റ്റേറ്റ് മെറിറ്റ് ആണ്, SM എന്ന് പറയും, 50% സ്റ്റേറ്റ് മെറിറ്റ്. പിന്നെ ബാക്കി 50% റിസർവേഷൻ ആണ്. ആ റിസർവേഷനിൽ 10% EWS ആണ്, എക്കണോമിക്കലി വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് 10% റിസർവേഷൻ ഉണ്ട്. അതായത് റിസർവേഷൻ ഒന്നും ഇല്ലാതെ ജനറൽ കാറ്റഗറിയിൽ വരുന്ന സ്റ്റുഡൻസ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന റിസർവേഷൻ ആണ് EWS. പിന്നെ 30% റിസർവേഷൻ വരുന്നത് SEBC, സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്, SEBC എന്ന് പറയും. SEBC അല്ലെങ്കിൽ
OBC എന്ന് പറയും. അവർക്ക് 30%. അപ്പോൾ OBCയിൽ ഒരുപാട് കാറ്റഗറി ഉണ്ട്. ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ്, ഹിന്ദു, LC, DV എന്നൊക്കെ പറഞ്ഞിട്ട് കാറ്റഗറീസ് ഉണ്ട്. അതിൻ്റെയൊക്കെ റിസർവേഷൻ പെർസെൻറ്റേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 10% വരുന്നത് SC ST ആണ്. അതിൽ SC 8%, ST 2%. അപ്പോൾ ഇങ്ങനെയാണ് സീറ്റിന്റെ റിസർവേഷൻ ഡീറ്റെയിൽസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ക്യുസാറ്റ് ബിടെക് ലെറ്റ് എന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളത്തിൽ നമുക്ക് ക്യുസാറ്റിന്റെ അണ്ടറിൽ 2 എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അതിലൊന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് SOE കളമശ്ശേരി, ഇതാണ് മെയിൻ ക്യാമ്പസ്, ക്യാമ്പസ് 1 എന്ന് പറയും. രണ്ടാമത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട്, ഇതാണ് രണ്ടാമത്തെ ക്യാമ്പസ്, ക്യാമ്പസ് 2. അപ്പോൾ ക്യുസാറ്റിന്റെ അണ്ടറിൽ വരുന്ന ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ എന്തുണ്ട്, ബിടെക് ലാറ്ററൽ എൻട്രി സ്കീം ഉണ്ട്. അപ്പോൾ അവര് അഡ്മിഷൻ എടുക്കുന്നത് അവർ സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം നടത്തിയിട്ടാണ്. അതാണ് ക്യുസാറ്റ് ബിടെക് ലാറ്ററൽ എൻട്രി ടെസ്റ്റ് അഥവാ ക്യുസാറ്റ് ലെറ്റ്. ഈ കോളേജുകളിലെ ട്യൂഷൻ ഫീസ് വരുന്നത്, ഇവിടെ 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. സ്റ്റേറ്റ് മെറിറ്റ് സീറ്റ് ആണെങ്കിൽ 24,810 ഒരു സെമസ്റ്ററിന് വരെ. അപ്പോൾ ഒരു സെമസ്റ്ററിന്റെ ഫീസാണ്. അപ്പോൾ ഒരു വർഷത്തേക്ക് ഏകദേശം 50,000 വരും. ഇത് ട്യൂഷൻ ഫീസാണ്. നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷന്റെ സമയത്ത് കുറച്ച് എക്സ്ട്രാ ഫീസുകളും കൂടെ വരും. പിന്നെ ഇവിടെ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് സീറ്റ് ആണ് ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റ്. 47,420 ഒരു സെമസ്റ്ററിന്റെ ഫീസ് വരുന്നത് ഓൾ ഇന്ത്യ മെറിറ്റിൽ. അത് ഒരു വർഷത്തേക്ക് ഏകദേശം 1 lakh വരും. ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഈ 2 സീറ്റിലോട്ടും അപ്ലൈ ചെയ്യാം, സ്റ്റേറ്റ് മെറിറ്റ് സീറ്റിലോട്ടും ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിലോട്ടും. കേരളത്തിന്റെ പുറത്തുനിന്നുള്ളവർക്കാണെങ്കിൽ ഓൾ ഇന്ത്യ മെറിറ്റ് സീറ്റിലോട്ട് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ ക്യുസാറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മെയിൻ ക്യാമ്പസിൽ തന്നെ പഠിക്കാൻ നോക്കുക, അതും സ്റ്റേറ്റ് മെറിറ്റിൽ പഠിക്കുക. ഇപ്പോൾ KTU ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീസ് വളരെ കൂടുതലാണ്. പക്ഷെ നല്ല കോളേജാണ്, നല്ല പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഉള്ള കോളേജാണ് മെയിൻ ക്യാമ്പസ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാവുമ്പോൾ ഇത്രയാണ് ഫീസ് വരിക, ഓൾ ഇന്ത്യ മെറിറ്റിലാവുമ്പോൾ അതിന്റെ ഡബിൾ വരും. ഓക്കെ, ഇനി നമുക്ക് ക്യുസാറ്റ് ലെറ്റിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്താ നോക്കാം. നമ്മൾ നേരത്തെ KTUവിൽ പറഞ്ഞ പോലെ തന്നെ 3 വർഷത്തെ ഡിപ്ലോമ പാസ് ഔട്ട് ആയിരിക്കും, 2 വർഷത്തെ ഡിപ്ലോമ പാസ് ആയിരിക്കും. അതായത് ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ ഡിപ്ലോമ 2 വർഷം പഠിച്ച പാസ് ആയിരിക്കും അപ്ലൈ ചെയ്യാം. പിന്നെ ഇപ്പോൾ പോളിടെക്നിക് ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനും ക്യുസാറ്റ് ബിടെക് ലെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ അതേപോലെ സിപ്പെറ്റിൽ പഠിക്കുന്നവർക്കും DVOക്കിൽ പഠിക്കുന്നവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ ഡിപ്ലോമയ്ക്ക് നിങ്ങൾക്ക് 60% മാർക്ക് വേണം. KTU ആകുമ്പോൾ ജസ്റ്റ് പാസ്സായാൽ മതി. പക്ഷേ ക്യുസാറ്റിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമയ്ക്ക് 60% മാർക്ക് വേണം. ഇപ്പം നിങ്ങൾ ഫൈനൽ ഇയേഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് ഒന്നും വന്നിട്ടുണ്ടാവില്ല. പക്ഷേ എൻട്രൻസ് എക്സാം ഒക്കെ കഴിഞ്ഞ് അഡ്മിഷൻ ആവുന്ന സമയത്ത് നിങ്ങൾ റിസൾട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ടായാൽ മതി. പിന്നെ ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്, 25 years ആണ്. KTUവിന് നമ്മൾ നോ അപ്പർ ഏജ് ലിമിറ്റ് ആണ് പറഞ്ഞത്. പക്ഷേ ക്യുസാറ്റ് നമുക്ക് എന്തുണ്ട്, അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ക്യുസാറ്റ് ലെറ്റ് എക്സാമിന്റെ സിലബസിൽ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ പഠിക്കാനുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെയും ബിടെക് ഫസ്റ്റ് ഇയറിലെ സെലക്ടഡ് സബ്ജക്റ്റുകളാണ് വരുന്നത്. അതിൽ ഒന്നാമത്തെ സബ്ജക്റ്റ് ആണ് മാത്തമാറ്റിക്സ്. മാത്സിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ആണ് ക്യുസാറ്റ് ലെറ്റ് എൻട്രൻസ് എക്സാമിന് വരിക. പിന്നെ രണ്ടാമത്തെ സബ്ജക്റ്റ് ആണ് ജനറൽ എഞ്ചിനീയറിംഗ്. നമ്മൾ KTUവിന് 5 കോർ ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞിരുന്നല്ലോ, സിവില്, മെക്ക്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ. ഈ 5 സബ്ജക്റ്റുകൾ ഇവിടെ ഒറ്റ സബ്ജക്റ്റ് ആയിട്ടാണ് സിലബസിൽ പറയുക, ജനറൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതിൽ ഓരോ ബ്രാഞ്ചിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നമ്മൾ KTUവിൽ പറഞ്ഞ ഫിസിക്സ് റിലേറ്റഡ് സബ്ജക്ട് 40 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആണ്. എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് നമുക്ക് KTUവിനില്ല, ക്യുസാറ്റിന് മാത്രം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്. അപ്പോൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ഗ്രാഫിക്സിൽ നിന്നുണ്ടാവുക. ഇനി അഞ്ചാമത്തെ സബ്ജക്റ്റ് ആണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ്. അപ്പം അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉള്ള എൻട്രൻസ് എക്സാം ആണ് ക്യുസാറ്റ് ലെറ്റ്. അപ്പോൾ ക്യുസാറ്റ് ലെറ്റ് എടുത്താൽ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് 5 സബ്ജക്റ്റുകളാണ്. ഈ 5 സബ്ജക്റ്റുകളിൽ നിന്നായിട്ട് 200 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക. എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂറാണ്. ഇനി ഇവിടെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ 20 ക്വസ്റ്റ്യൻ നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 20 × 4 80 മാർക്കാണ്. ഇനി നിങ്ങളിവിടെ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് ഓരോ ക്വസ്റ്റിനും 1 മാർക്ക് വെച്ചിട്ട് കുറക്കും. ഓരോ ക്വസ്റ്റിനും 1 മാർക്ക്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ -10. നിങ്ങൾക്ക് കിട്ടിയ 80 മാർക്കിൽ നിന്ന് 10 മാർക്ക് കുറയും. അപ്പോൾ നിങ്ങൾക്ക് 70 മാർക്കേ കിട്ടുള്ളൂ. അതായത് 80 മാർക്ക് കിട്ടേണ്ട നിങ്ങൾക്ക് 70 മാർക്കായിട്ട് കുറയും നിങ്ങൾ ക്വസ്റ്റ്യൻസ് തെറ്റിച്ച് കഴിഞ്ഞാൽ. അതായത് ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. നമ്മൾ നേരത്തെ KTU ബിടെക് ലെറ്റിൽ പറഞ്ഞു അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല, ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ കിട്ടിയ മാർക്കൊന്നും കുറയില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടേണ്ട മാർക്കിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് മൈനസ് ആവും. അപ്പോൾ 10 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 10 മാർക്ക് കുറയും, 20 ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 20 മാർക്ക് കുറയും. അപ്പോൾ ഇവിടെ ലെറ്റ് എക്സാം എഴുതുന്നവർ, ക്യുസാറ്റ് ലെറ്റ് എക്സാം എഴുതുന്നവർ എന്താ ശ്രദ്ധിക്കേണ്ടത്, അറിയാത്ത ക്വസ്റ്റ്യൻസ് കറക്കി കുത്താൻ പോകരുത്. കറക്കി കുത്തി കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് ഉണ്ട്. തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾ ശരിയാക്കിയ മാർക്കിൽ നിന്ന് മാർക്ക് കുറയും. അപ്പോൾ ഇവിടെ നമുക്ക് 4 മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ
ഈച്ച് റോങ് ആൻസർ 1 മാർക്ക് വിൽ ബി ഡിഡക്റ്റഡ്. അതായത് എന്താണ് നെഗറ്റീവ്, ദർ ഇസ് നെഗറ്റീവ് മാർക്കിംഗ്. ഇനി മാക്സിമം മാർക്ക് വരുന്നത് 800 ആണ്. ഇനി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് ക്യുസാറ്റിന്റെ admissions.cusat.ac.in എന്നുള്ള വെബ്സൈറ്റിലാണ്. ഓക്കെ, ഇനി നമുക്ക് ക്യുസാറ്റിന്റെ അണ്ടറിൽ വരുന്ന ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിലും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗിൽ മെയിൻ ക്യാമ്പസിൽ കളമശ്ശേരി മെയിൻ ക്യാമ്പസിൽ 9 സീറ്റാണ്. പിന്നെ കുട്ടനാട് ക്യാമ്പസിൽ 6 സീറ്റ്, അങ്ങനെ 15 സീറ്റാണ് സിവിൽ എഞ്ചിനീയറിംഗിന് വരുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് CS-ന് 14 12 26 സീറ്റാണ്. മെയിൻ ക്യാമ്പസിൽ 14 സീറ്റും കുട്ടനാട് ക്യാമ്പസിൽ 12 സീറ്റും, അങ്ങനെ 26 സീറ്റാണ് കമ്പ്യൂട്ടർ സയൻസിനുള്ളത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2 കോളേജുകളിലും കൂടെ 12 സീറ്റാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 2 ക്യാമ്പസിലും കൂടെ 15 സീറ്റ്. ഇൻഫർമേഷൻ ടെക്നോളജി IT ടോട്ടൽ 15 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ, ടോട്ടൽ 9 സീറ്റ്. പിന്നെ അതേപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഇതും മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ, 9 സീറ്റ്. നല്ല ബ്രാഞ്ചാണ്, ക്യുസാറ്റിൽ നല്ല പ്ലേസ്മെന്റ് ഉള്ള ഒരു ബ്രാഞ്ചാണ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. ഇനി ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് ഇതും മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ, 4 സീറ്റ്. ഇനി പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇതും മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ, 2 സീറ്റ്. ഇനി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഇത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരി ക്യാമ്പസ് 1 മെയിൻ ക്യാമ്പസിൽ ഇപ്പോൾ പുതുതായിട്ട് വന്ന ബ്രാഞ്ചാണ്, 6 സീറ്റ്. അപ്പോൾ ഇത് ലെറ്റ് 2027 സ്റ്റുഡൻസിനാണ് കിട്ടുക. ഈ വർഷം വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ലെറ്റ് 2026 എഴുതി പോകുന്ന സ്റ്റുഡൻസിന് കിട്ടില്ല. അടുത്ത വർഷം ലെറ്റ് ചെയ്യുന്നവർക്ക് മെയിൻ ക്യാമ്പസിൽ ഈ ഒരു ബ്രാഞ്ച് സെക്കൻഡ് ഇയർ ഉണ്ടാവും. അവിടെ നിങ്ങൾക്ക് 6 സീറ്റ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. 50% റിസർവേഷൻ സീറ്റും 50% സ്റ്റേറ്റ് മെറിറ്റുമാണ് വരിക. ഓക്കെ, ഇനി ഇന്നോവേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 16 വർഷമായി ഇന്നോവേഷൻസ് ബിടെക് ലെറ്റിന്റെ കോച്ചിങ് ക്ലാസ്സുകൾ നടത്തി വരുന്നു. ലെറ്റ് കോച്ചിങ് രംഗത്ത് ഏറ്റവും മികച്ച റിസൾട്ടുള്ള കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്നോവേഷൻസ്. ഇതിൽ ഓരോ വർഷത്തെ റിസൾട്ട് എടുത്താലും അതിലെ ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇന്നോവേഷൻസിലെ വിദ്യാർത്ഥികളാണ്. ഇതിൽ ഓഫ്ലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്, ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ലെറ്റ് 2022 ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണ്, സെക്കൻഡ് റാങ്ക് ഓൺലൈൻ ആണ്, തേർഡ് റാങ്ക്, ഫോർത്ത് റാങ്ക്, ഫിഫ്ത്ത് റാങ്ക് ഓഫ്ലൈൻ ആണ്, 6th 9th ഓൺലൈൻ ആണ്. അപ്പോൾ ആദ്യത്തെ 10ലും ആദ്യത്തെ 100ലും ഓഫ്ലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്, ഓൺലൈനായിട്ട് പഠിച്ച സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നത് 20 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ്, അതും ലെറ്റ് കോച്ചിങ്ങിൽ. ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നതും ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നതും സെയിം ടീച്ചേഴ്സാണ്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് 2 മോഡാണെങ്കിലും സെയിം ക്ലാസ് ആണ്, സെയിം മെറ്റീരിയൽ ആണ്, സെയിം നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് റിസൾട്ടിൽ ഓൺലൈൻ സ്റ്റുഡൻസും ഓഫ്ലൈൻ സ്റ്റുഡൻസും ഒരുപോലെ വരുന്നത്. ഇനി എത്ര മാർക്ക് കിട്ടിയാലാണ് ബിടെക് ലെറ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടുകയെന്ന് ചോദിച്ചാൽ അത് ഓരോ വർഷവും വ്യത്യാസം വരും. എക്സാം സിമ്പിൾ ആണെങ്കിൽ എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവും, എക്സാം ടഫ് ആണെങ്കിൽ മാർക്ക് കുറയും. ഇപ്പോൾ ലെറ്റ് 2023 ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 95 ആണ് 120. സെക്കൻഡ് റാങ്കിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 93 ആണ് 120. ഇതിൽ ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ ആണ്, സെക്കൻഡ് റാങ്ക് ഓൺലൈൻ ആണ്. ഇനി ലെറ്റ് 2024 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓൺലൈൻ ആണ്. ഫസ്റ്റ് റാങ്കിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 ആണ് 120. സെക്കൻഡ് റാങ്കിൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 97 ആണ് 120. അപ്പോൾ ഇവിടെ പിന്നെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് എക്സാം സിമ്പിൾ ആയിരുന്നു, അതുകൊണ്ടാണ് 100+, 90+ ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ ലെറ്റ് 2018, 19 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എക്സാം ടഫായിരുന്നു. അപ്പോൾ അന്ന് 78, 81 അത്രയൊക്കെയാണ് ടോപ്പ് വന്നിരുന്നത്. അപ്പോൾ എക്സാം സിമ്പിൾ ആണെങ്കിൽ ടോപ്പ് റാങ്കേഴ്സിനൊക്കെ 100+ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ 90+. എക്സാം ടഫ് ആണെങ്കിൽ 70+, 80+ ഒക്കെ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഒരേ മാർക്കുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവും. ഇപ്പോൾ ആദ്യത്തെ റാങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ലാസ്റ്റിലോട്ട് വരുമ്പോൾ സെയിം മാർക്കുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ലെറ്റ് 2024 9th റാങ്കിൻ്റെ മാർക്ക് 91 ആണ് 91, 10th റാങ്കിൻ്റെതും 91, സെയിം മാർക്കാണ്. സെയിം മാർക്ക് വരുമ്പോൾ സെയിം റാങ്ക് ഉണ്ടാവില്ല, ഒരു റാങ്കിൽ ഒരാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരേ മാർക്ക് വന്നു കഴിഞ്ഞാൽ, അതേപോലെ ആദ്യത്തെ 100ൽ എന്തുണ്ട് ഒരേ മാർക്കുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ഒരേ മാർക്ക് വന്നാൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവർ രണ്ടുപേരെയും ടോട്ടൽ മാർക്ക് സെയിം ആണ്. അപ്പോൾ അടുത്ത് എന്താ ചെക്ക് ചെയ്യുക? മാത്സിന്റെ മാർക്ക് നോക്കും. ഇതിൽ ആർക്കാണോ മാത്സിന് കൂടുതൽ മാർക്ക് കിട്ടിയത് അയാളെ ഹയർ റാങ്കിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി മാത്സിലും സെയിം മാർക്കാണെങ്കിൽ ഇംഗ്ലീഷിന്റെ മാർക്ക് നോക്കും. ഇംഗ്ലീഷിന് ആർക്കാണോ കൂടുതൽ അയാളെ ഹയർ റാങ്കിൽ പ്ലേസ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും നോക്കുമ്പോൾ തന്നെ ഏകദേശം അവിടെ തീരുമാനമാവും. ഇനി അതല്ല അതിലും സെയിം ആയിട്ട് വരികയാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കും. ആർക്കാണോ കൂടുതൽ ഏജ് അയാളെ ഹയർ റാങ്കിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, ഇനി കഴിഞ്ഞ വർഷത്തെ ലെറ്റിന്റെ റിസൾട്ട് എടുത്താൽ ലെറ്റ് 2025 അതിൽ ആദ്യത്തെ
10 ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഇതിൽ ഫസ്റ്റ് റാങ്കിന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 102 ആണ് 120. സെക്കൻഡ് റാങ്കിന്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 101 ആണ് 120. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു 100 മാർക്ക് കിട്ടിയാൽ ഫസ്റ്റ് റാങ്ക് അങ്ങനെയൊന്നുമില്ല. എക്സാമിനെ ഡിപ്പെൻഡ് ചെയ്യും. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലാണ് ഇങ്ങനെ വരിക. ടഫ് ആണെങ്കിൽ ഇത്ര മാർക്ക് കിട്ടില്ല. 75, 78 അല്ലെങ്കിൽ 80 അത്രയ്ക്ക് കിട്ടുള്ളൂ. 85 അതൊക്കെയാണ് ഫസ്റ്റ് റാങ്ക് വരിക നമ്മൾ ഇതിന്റെ മുന്നത്തെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ. ഇനി ഇവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓഫ്ലൈൻ ആണ്. തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ എന്താണ് ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്. ഇനി ഇതേപോലെ ക്യുസാറ്റിന്റെ റാങ്ക് ലിസ്റ്റ് എടുത്താലും ഇതിൽ ടോപ്പ് റാങ്കേഴ്സ് എല്ലാം ഇന്നോവേഷൻസിലെ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ ക്യുസാറ്റ് ലെറ്റ് 2025 ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. സെക്കൻഡും ഫോർത്തും ഫിഫ്ത്തും ഓൺലൈൻ ആണ്. 6th ഓഫ്ലൈൻ ആണ്. ക്യുസാറ്റ് ലെറ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ KTU ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്യുസാറ്റിന് കോമ്പറ്റീഷൻ കുറവാണ്. ഇപ്പോൾ KTU എക്സാം എഴുതുന്നത് ഒരു 3500, മാക്സിമം 4000 ആണ്. ക്യുസാറ്റ് എക്സാം എഴുതുന്നവർ ഒരു മാക്സിമം 800 പേരൊക്കെ വരും. എന്തുകൊണ്ടാണ് അത്ര കുറവായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 കോളേജ് കടന്ന എക്സാം ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160ഓളം കോളേജുകൾക്ക്, അതായത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളൊക്കെ വരുന്നത് KTUവിന്റെ അണ്ടറിലാണ്. അപ്പോൾ കൂടുതൽ സ്റ്റുഡൻസ് എഴുതുന്ന എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് KTU ആണ്. ഇനി ക്യുസാറ്റിന് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദിൽ അഷ്റഫിന്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 220 അങ്ങനെ എന്തോ ആണ്. അതായത് കഴിഞ്ഞ വർഷം മുതൽ ക്യുസാറ്റ് 600-ലായിരുന്നു മാർക്ക്. ഈ വർഷം മുതലാണ് 800-ലായത്. അതായത് ഏകദേശം പകുതിന്റെ അടുത്ത് മാർക്ക് കിട്ടിയാൽ തന്നെ ക്യുസാറ്റിൽ ടോപ്പ് റാങ്കിൽ എത്താൻ കഴിയും. കുറച്ച് സ്റ്റുഡൻസ് എഴുതുന്നുള്ളൂ. പിന്നെ നമുക്ക് ക്യുസാറ്റിന് KTU പോലെ ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 200+, അതായത് 300 പകുതി മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷം 800-ലാണ് മാർക്ക് വരിക. അപ്പോൾ നിങ്ങളൊരു 350 to 400 ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നോവേഷൻസിൽ ലെറ്റ് 2027 ക്ലാസ്സുകൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാണ്, ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. ഓഫ്ലൈൻ ക്ലാസ് വരുന്നത് മഞ്ചേരി, കോഴിക്കോട്, ആലുവ, തിരൂർ. അപ്പോൾ KTUവിൻ്റെ കോച്ചിങ്ങും ഉണ്ട്, ക്യുസാറ്റിൻ്റെ കോച്ചിങ്ങും ഉണ്ട്. നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഈ 4 സെൻറ്ററിൽ ഏതെങ്കിലും ഒരു സെൻറ്ററിൽ വന്ന് പഠിക്കാം. ഇനി അതെല്ലാം വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇന്നോവേഷൻസ് ലേണിംഗ് ആപ്പിലൂടെ ഓൺലൈനായിട്ടും ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ക്ലാസ്സുകൾ വരുന്നത് മെയിനായിട്ട് സാറ്റർഡേ സൺഡേ ആണ്. നിങ്ങൾ പോളിയിൽ ക്ലാസ് ഇല്ലാത്തതാണ്. അപ്പോൾ പിന്നെ പോളിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു എൻട്രൻസ് ആണ് ഈ ലെറ്റ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പോളി 5th സെം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്നോവേഷൻസിൽ ജോയിൻ ചെയ്യാം. ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ ജോയിൻ ചെയ്യും. എന്നിട്ട് 5th 6th നിങ്ങൾ പോളിയിൽ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ലെറ്റിനും പഠിക്കും. അപ്പോൾ പോളിയിൽ ക്ലാസ് ഇല്ലാത്തന്ന്, പിന്നെ അതേപോലെ ഹോളിഡേയ്സിൽ ഒക്കെയാണ് ക്ലാസ്സുകൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോളിയിലെ ക്ലാസ്സിനെ ബാധിക്കില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞത് പോളിയിൽ ഫൈനൽ ഇയർ, അതായത് ഓൺ ഗോയിങ് സ്റ്റുഡൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് റിപ്പീറ്റേഴ്സ് അല്ല, പോളിൻ്റെ കൂടെ തന്നെയാണ് ഈ ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് വാങ്ങിയത്. പിന്നെ തേർഡ് റാങ്ക് റിപ്പീറ്റേഴ്സ് ആണ്. റിപ്പീറ്റേഴ്സ് കുറച്ചുണ്ടാവും. പക്ഷേ നിങ്ങൾ കറക്റ്റ് ഇന്നോവേഷൻസിൽ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ, ഓൺലൈൻ ഓഫ്ലൈൻ ഉള്ളതല്ല, കറക്റ്റ് ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. ഓഫ്ലൈൻ ആണെങ്കിൽ റെഗുലറായിട്ട് ക്ലാസ്സിൽ വരിക, പിന്നെ ഓൺലൈൻ ആണെങ്കിൽ റെഗുലറായിട്ട് ആപ്പിൽ ക്ലാസ്സുകൾ കാണുക, റെക്കോർഡ് ക്ലാസ്സിലന്ന് റെക്കോർഡ് ക്ലാസ് കാണുക, ലൈവ് ഉള്ളന്ന് ലൈവിൽ പങ്കെടുക്കുക. എല്ലാ വീക്കും എക്സാം ഉണ്ടാവും, എക്സാം കറക്റ്റ് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓൺലൈനിലും ഓഫ്ലൈനിലും നമുക്കൊരു ടൈം ടേബിൾ ഉണ്ടാകും. അത് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ളതല്ല, നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല റാങ്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നല്ല റാങ്ക് കിട്ടിയാലേ നമുക്ക് ടോപ്പ് ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. അങ്ങനെ സീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചപ്പോൾ വളരെ കുറച്ച് സീറ്റുകളാണുള്ളത്. അപ്പോൾ CET-ലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്ക് തന്നെ വേണം. അപ്പോൾ നല്ല റാങ്ക് കിട്ടാൻ നിങ്ങൾ പിന്നെ നമ്മളെ ഇന്നോവേഷൻസിൽ ജോയിൻ ചെയ്ത് ഇവിടുന്ന് പറയുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങൾക്ക് റിസൾട്ട് ഒന്ന് കാണാൻ പറ്റും. റിസൾട്ടിൽ എല്ലാ ടോപ്പ് റാങ്കേഴ്സും നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ലെറ്റ് 2027 ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഒരു ഓഫർ ഉണ്ട്, 16th ആനിവേഴ്സറി ഓഫർ എന്ന് പറഞ്ഞിട്ട്. ഡിപ്ലോമക്ക് 9 above CGPA ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അതേപോലെ 9.5 above CGPA ഉണ്ടെങ്കിൽ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, 9496326505. ഓക്കെ, ഇപ്പോൾ കൂടുതൽ ലെറ്റുമായി ബന്ധപ്പെട്ട് വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ ചോദിച്ചാൽ പറഞ്ഞുതരും. ഓക്കെ, താങ്ക് യു.